എന്താണ് ഈസ്റ്റർ? യേശുക്രിസ്തു മരണത്തിൽ നിന്ന് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമാണ് ഈസ്റ്റർ. യേശുവിൻ്റെ ശരീരം അടക്കിയതിന് ശേഷം മൂന്നാം നാൾ അതിരാവിലെ യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധലേപനങ്ങൾ ചെയ്യാനായിട്ട് മഗ്ദലന മറിയയും മറ്റ് സ്ത്രീകളും ചെന്നപ്പോൾ അവിടെ തുറന്ന ഒരു കല്ലറയും ആ കല്ലറയുടെ സമീപം ദൈവദൂതന്മാരെയും ഏഞ്ചൽസിനെയുമാണ് കണ്ടത്. ആ ഏഞ്ചൽസ് അവരോട് പറഞ്ഞത്, ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ. അവിടുന്ന് ഇവിടെ ഇല്ല, കല്ലറയിലില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഉയർത്തെഴുന്നേറ്റു. അതെ, യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നിങ്ങളെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇരിക്കുന്നു. നിങ്ങളുടെ ഓരോ വിളിയും, യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള ഓരോ വിളിയും കേട്ട് അതിനുത്തരം അരുളുവാൻ ദൈവം നിങ്ങൾക്കായി ജീവിക്കുന്നു. യേശു നിങ്ങളെ രക്ഷിക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങൾക്ക് നിത്യജീവൻ തരും. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് യേശു മാനവരാശിയുടെ പാപം ഏറ്റെടുത്ത് ക്രൂശിതനായത്. ഒരു മതത്തിൻ്റെ നേതാവല്ല, സകല മനുഷ്യവർഗത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. അവൻ മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോയപ്പോൾ അവനെ വീണ്ടെടുക്കുവാനെടുത്ത പദ്ധതിയാണ് ദൈവം തന്നെ മനുഷ്യനായി പിറന്ന് അവൻ്റെ പാപമേറ്റെടുത്ത് ക്രൂശിൽ മരിച്ചത്. ആ യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, വീണ്ടും ദൈവപുത്രരായി തീരുവാൻ, നഷ്ടപ്പെട്ടു പോയ പർദീസ, പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട പർദീസ വീണ്ടും പ്രാപിക്കുവാൻ ഉള്ള ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ വഴിയും സത്യവും ജീവനുമാണ് യേശു. ഹീ ഈസ് ദ മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. മനുഷ്യനും ദൈവവും ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ അത് ഈ യേശു മാത്രമാണ്. കാരണം ദൈവം മനുഷ്യനായി തീർന്ന ഈ മനുഷ്യ ശരീരം ധരിച്ചതാണ് യേശു. അതുകൊണ്ട് മനുഷ്യൻ്റെ വേദനയും അവൻ്റെ ലിമിറ്റേഷനും അവൻ്റെ അവസ്ഥയും ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനോട് ദൈവം കരുണ കാണിക്കുന്നത്. പക്ഷേ കരുണ എല്ലാ കാലത്തും കാണപ്പെടുകയില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ ദൈവം ഒരു കാലഘട്ടം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം ഇന്നാണ്. നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതല്ല. ഇന്ന് നിങ്ങൾ ഈ രക്ഷയുടെ സന്ദേശം കേൾക്കുമ്പോൾ, ഇന്നാണ് രക്ഷാ ദിവസം. ഈ സന്ദേശം കേൾക്കുമ്പോൾ, അയ്യോ എനിക്കും രക്ഷപ്പെടണം, എൻ്റെ പാപം എന്നെ നരകത്തിലെത്തിക്കും, എന്നാൽ എനിക്ക് രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് രക്ഷകനായിട്ട് ഭൂമിയിൽ വേറൊരാളില്ല. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേറൊരാളില്ല. യേശുവേ എന്നെയും രക്ഷിക്കണമേ, അങ്ങ് എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചത്. അങ്ങയുടെ രക്തം എൻ്റെ പാപത്തിനും എൻ്റെ രോഗത്തിനും എൻ്റെ ശാപത്തിനും മറുവലയായിട്ടാണല്ലോ അങ്ങ് മരിച്ചത്. അതുകൊണ്ട് ആ രക്ഷ എനിക്കും നൽകണമേ എന്ന് നിങ്ങൾ അപേക്ഷിച്ചാൽ, നിങ്ങൾക്കിടെ പ്രാർത്ഥന ഒരു പള്ളിയിലും പോകണ്ട, നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് യേശുവിനോട് അപേക്ഷിച്ചാൽ യേശു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ഉത്തരം തരുന്നവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനവും സമാധാനവും പ്രാപിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ആമേൻ.